പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മൾ ഓതിയ പരിശുദ്ധമായ ഖുർആൻ സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ മുഹമ്മദ് ഹാജി, അല്ലാഹു ആഖിറത്തിലേക്കുള്ള യാത്ര എല്ലാ നിലക്കും സന്തോഷപൂരിതമാക്കി കൊടുക്കുമാറാവട്ടെ. തൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ ഭാഗവും എന്ന് പറയാം ദീനുമായും പള്ളിയുമായും ഇബാദത്തുമായും ചെലവഴിച്ച നല്ലൊരു മനുഷ്യനാണ്. 80 ചില്ലാനം വയസ്സായി. റമദാനു ഷരീഫിൻ്റെ എല്ലാ തറാവീഹും പള്ളിയിൽ 20 റക്അത്ത് നിന്നുകൊണ്ട് ജമാഅത്തായി നിസ്കരിക്കുന്ന ആളാണ്. ആവതുള്ള കാലം മുഴുവനും പള്ളിയിൽ ഖുർആനും ദിക്റും സ്വലാത്തുമായി കണ്ടൊക്കെ കൂടിയ എൻ്റെ ജീവിതം ആ ഒരു നല്ല വഴിയിലൂടെ ജീവിച്ച് നമ്മളിൽ നിന്ന് യാത്ര പോയ ആളാണ്. അള്ളാഹു ചെയ്ത നന്മകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ ബന്ധങ്ങളും വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. ജീവിതത്തിനിടയിൽ ആർക്കെങ്കിലും അനിഷ്ടകരമായ വാക്കുകളോ പ്രവർത്തികളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ കുടുംബക്കാരും ബന്ധുക്കളും മക്കളും മരുമക്കളും പേരുമക്കളും ഒക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരോടും ഓർമ്മപ്പെടുത്താണ് അദ്ദേഹത്തിന് വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണം. സാമ്പത്തികമായ വല്ല ഇടപാടുകളും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മകൻ അബൂബക്കർ ഹാജി ആ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. മുഹമ്മദ് ഹാജി അതിൽ നിന്ന് ഒഴിവാണ്. അബൂബക്കർ ഹാജിയുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കണമെന്നും സാന്ദർഭികമായി കുടുംബത്തിന് വേണ്ടി ഓർമ്മപ്പെടുത്താണ്. അള്ളാഹു അവരെയും നമ്മയും ഒക്കെ ആഖിറത്തിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദിവാറിലായി ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അവിടുത്തെ ശഫാഅത്ത് കൊണ്ട് മൃദുലമാത്താലോടൽ കൊണ്ട് മനസ്സുകൾ കുണർവേകി, മലരുകൾ മാറുന്ന കണ്ട് മനുഷ്യരും മിഴിവേകി. എത്ര നേരം നോക്കി നിന്നു ആ മുഖം റഹ്മാനേ, എത്ര കാലം ചേർന്നു നിന്ന് ആ സ്വരം സുബ്ഹാനേ. ആ നടത്തം കൽബിലുണ്ട്, മായ്ക്കുവാൻ കഴിയില്ല. ആയിരത്വം കണ്ണിലുണ്ട്, മണ്ണിലും മായില്ല. ആ നടത്തം കൽബിലുണ്ട്, മായ്ക്കുവാൻ കഴിയില്ല. ആയിരത്വം കണ്ണിലുണ്ട്, മണ്ണിലും മായില്ല. എങ്ങനെ ഞാൻ ആ ശരീരം ഖബറിനുള്ളിൽ കാണും, എങ്ങനെ ഞാൻ ആ വിയോഗം കരളിനുള്ളിൽ നീറും. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂൽ.